കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട സാദിഖിൻ്റെ പറമ്പിലെ ഗാഗ് ഫ്രൂട്ട്. ഇത് വളരെ വിശേഷപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പല ഭാഗത്തായി കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് ആ തോട്ടവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കാം. നോക്കുക. നമ്മുടെ പേര് സാദിഖ്. സാദിഖിൻ്റെ പ്രത്യേക കൃഷി രീതി ഏതാണ്? ഞാൻ എല്ലാവിധ ഫ്രൂട്ട്സുമാണ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു ഗാഗ് ഇത് സ്വർഗത്തിലെ കനി എന്നാണ് പറയുന്നത്. ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പം ഞാനിതൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പം അത്യാവശ്യം വിളവ് വരുന്നുണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പരാഗം ചെയ്ത് കൊടുത്താൽ അതിൽ കായ്ക്കും. പിന്നെ ആൺചെടിയും പെൺചെടിയുണ്ട്. ഇത് നട്ട് പിന്നെ ചെടി മുളച്ച് വന്നാൽ മാത്രമേ ഇത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റൂ. പരാഗം ചെയ്തതിൽ ഒരിക്കലും കായ്ക്കില്ല, കാ പിടിക്കുക. പിന്നെ ഇത് നേരിട്ട് കഴിക്കാൻ പറ്റില്ല. ഇത് ഷെയ്ക്കടിച്ചാണ് പറ്റുന്നത്. അറിയാൻ പറ്റത്തില്ല. പൂവുണ്ടാൽ മാത്രമേ ഇത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റൂ. ഇത് മുറിക്കുക. ഇത് നല്ല മുറിച്ചിട്ട് ഇതിനകത്ത് കുരു നമ്മുടെ ഏകദേശം പാവയ്ക്കയുടെ കുരു പോലത്തെ ഒരു കുരു അതിനകത്തുള്ളത്. അതിൻ്റെ പുറത്ത് റെഡ് കളർ കോട്ടിങ് ഉണ്ടാവും. നമ്മളത് വെള്ളത്തിൽ ഒഴിച്ച് കുറച്ച് വെള്ളത്തിനകത്ത് ഈ കുരു ഇട്ട് കഴുകി കഴിയുമ്പോൾ അത് നല്ല രക്തം പോലെ ആവും, രക്ത കളറിലാവും ആ വെള്ളം. എന്നിട്ട് ഇതിനകത്ത് പൾപ്പ് രണ്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ച് പാലും പഞ്ചസാരയും ഒഴിച്ച് അടിച്ചു കുടിക്കുക. അതാണ് അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ചെറുതോടെ തോരൻ വെച്ച് തിന്നാന്ന് പറയുന്നുണ്ട്. ഞാനത് ശ്രമിച്ച് നോക്കിയിട്ടില്ല. പച്ചയ്ക്ക ഇത് മൂന്ന് സ്റ്റേജിലാണ് വളരുന്നത്. ആദ്യമേ എന്ന് പറഞ്ഞാൽ ഇതായി വരുമ്പോൾ നമ്മൾ പരാഗണം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയി വരുന്നത്. ശരി. അതിനുശേഷം ഇത് മഞ്ഞ കളറിലേക്ക് വരും. ഇതുള്ളൂ നല്ല കളറാണ് മഞ്ഞ. നേരെ മുകളിൽ ഇത് ഈ മഞ്ഞ കളറിലേക്ക് വരും. ശരി. ഈ മഞ്ഞ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഈ കളർ നല്ല ഓറഞ്ച് കളറിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഞെക്ക് കൊടുക്കും. ശരിക്കും റെഡ് ആവും. ഇതിപ്പോ ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറിച്ചു കൊടുക്കാം. ഈ കളർ മൂന്ന് സ്റ്റേജ് ആണ്. ഇതൊരു കളറ്, പച്ചയെന്ന് പിന്നെ ഈ ഇങ്ങനെ മഞ്ഞ വന്നിട്ട് മഞ്ഞയെന്ന് ഈ ഓറഞ്ച് കളറായി കഴിയുമ്പോൾ ഇത് നമുക്ക് പറിച്ചു പോകാൻ പറ്റുള്ളൂ. ഇത് വെച്ച് കഴിഞ്ഞാൽ പഴുത്തോളൂ, നിൽക്കുള്ളൂ. ഇത് നമ്മളിതിന്റെ ചെടി ഇതിന്റെ കുരുവാണ് പാകേണ്ടത്. കുരു നമ്മൾ കവറിനകത്ത് പാകി മുളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ തൈ വെച്ചിട്ട് കാര്യമില്ല. ഒരു 8 or 10 ചുവട് നടുക. നട്ട് പന്തലേക്ക് കയറി കഴിയുമ്പം പിന്നെ ഫ്ലവറിങ് ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ആണാണോ പെണ്ണാണോ. ആണും പെണ്ണും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പറയാൻ ചെയ്തൊരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ കാകം വലുതാണല്ലോ. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായയുടെ ഒരു ചെറിയ ശല്യം കാണുന്നുണ്ട്. ഈ ഇല മൊത്തം തിന്നുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമ്മളതുകൊണ്ട് പിന്നെ വേറെ മരുന്നുകളോ വിഷമോ ഒന്നും അടിച്ചില്ല. കായ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു വർഷം തന്നെ തേച്ച് വേണമെന്നില്ല. അത് നമ്മൾ അടിവളം നന്നായിട്ട് ചാണകവും ഇച്ചിരി എല്ലുപൊടിയും എല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു കുഴി കുത്തിയിട്ട് ഇത് തൈ അതിനകത്ത് വെച്ച് കൊടുക്കുക. പിന്നെ നല്ല സ്ട്രോങ് പന്തലിട്ടാണ്. കാരണം വെച്ചാൽ ഇത് കയറി കഴിഞ്ഞാൽ ചെവിടി തൊട്ട് നല്ല വണ്ണത്തിൽ വാരത്തിൽ കയറി വരും. നമ്മളിപ്പോൾ ടെമ്പററി ഇട്ടപ്പോൾ ഞങ്ങൾ മൊത്തം ഫുൾ പൈപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കഴിയുക. ഞങ്ങൾ ആദ്യം എനിക്കൊരു പഴം ഒരാൾ തന്നാണ്. എന്നപ്പം അത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇത്ര ആക്കിയെടുത്തത്. അപ്പം അന്ന് ഞങ്ങളൊരു ടെമ്പററി പന്തലായിട്ട് വിട്ടത്. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അപ്പം നമുക്ക് തോന്നിയത് നല്ലതാണെന്ന് തോന്നിയുണ്ട്. ഇത് മൊത്തം നല്ല രീതിയിൽ പൈപ്പിട്ട് നല്ല രീതിയിൽ പന്തലിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. ഒന്നും അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്. അത് ചിലതിന് ഈ ഈച്ച കുത്തിൻ്റെ തോന്നി ഇവിടെ ഒരു ചെറിയൊരു പാടുണ്ട്. ആ സമയം ഈ കാവുണ്ടോ കവറിട്ട് നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു 2 മാസം 3 മാസത്തിനകത്ത് അല്ലേ. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇത് ആക്കി വന്നതുള്ളൂ. അതാണ് വരാൻ നിർത്തി 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. നമുക്ക് അവിടെ മാത്രമേ 4-3-7 ചോട് നട്ടിട്ട് 8 ചോട് ഒരെണ്ണേ ഉള്ളൂ. ജീപ്പം വന്നു അത് വെക്കുന്നുണ്ടേ പാടാണ് വണ്ടി. അതങ്ങനെ പന്തലിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് സാമ്പിളിട്ട് നോക്കുക. എനിക്കറിയത്തില്ല അതിൻ്റെ വിലയാന്ന് പറഞ്ഞു. ഇത് ഇല്ല ആണെങ്കിൽ ഈ സാധനം ഇപ്പം നമ്മളിപ്പം ഇത് നമ്മുടെ യൂസറെ 100 രൂപയ്ക്ക് വരാം.
സാധിക്കുക ഇതൊരു വല്ലാത്ത അത്ഭുതമാണ് കേട്ടോ. അപ്പൊ അടുത്ത് വന്നപ്പോ ഇതല്ല ആഞ്ഞിലിപ്പഴമാണ്. വല 8 കിലോ വല വല മേടിച്ച് വെച്ചിട്ട് ഇതിന് വേണ്ടി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ജുവേരിയ ടീച്ചറിനോട് പറയണം, ഓടി വന്നത് പുള്ളി ചെയ്തു. എല്ലാവർക്കും കൊടുക്കാൻ നോക്കിയത് നിൽക്കുന്ന ആ പരാഗണത്തിനുള്ള പൂവാണോ കയ്യിലിരിക്കുന്നത്? ഒന്ന് കാണട്ടെ. അപ്പോൾ ഒന്ന് ചെയ്തിട്ടപ്പനെ പറിച്ചം കളഞ്ഞാൽ എന്നിട്ട് ഈ പെൺപൂന് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ ആൺപൂനതില്ല. ഇനി ഈ പെൺപൂവിലേക്ക് ജസ്റ്റ് പോകുമ്പോൾ എതിർക്കാണ്. പരാഗണം നടത്തുകയാണ്. ഓ ശരി 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 മുട്ടിച്ചാൽ മതി. ഓ ഓക്കെ. ഇനി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ വലിയ പഠിക്കാനൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു പൂവുണ്ട് ചെയ്യാം. നമ്മളൊരു ഇഷ്ടം പോലെ പൂവുള്ളതുകൊണ്ട് വല്ലപ്പോഴും ഇടയ്ക്ക് ഓരോ പൂ വന്നു കഴിയുള്ളൂ. ഇഷ്ടംപോലെ പോവാ. ആൺപൂ ഇഷ്ടം പോലെ ആ മോളുടെ വലിയ എടുക്കുമ്പോഴേ അവനെ വണ്ടി തിരിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അമ്പാണ് കുഴിച്ചിട്ടാൽ മതി. ഇതാണ് സ്വർഗത്തിലൊക്കെ ആരും കാണുന്നില്ല. അവർ പഞ്ചായത്തിൽ നിന്നിട്ട് ഈ പഞ്ചായത്തിൽ നമുക്ക് തിങ്കൾ 1-ാം തീയതി നമുക്കാണ് ഈ തോട്ടത്തിനാണ് ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്. അപ്പം അതിനോട് സംബന്ധിച്ച് കൃഷി ഭവനിലെ ആൾക്കാരും അതുപോലെ പഞ്ചായത്തിലെ ആൾക്കാർക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. അവരുടെ ആ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു പഴം ഇവിടെ ആർക്കുമില്ല, ഇതായി വരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നീട്ടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. ഇത് നേരിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ന്യൂസെറ്റ് വിളിക്കും ആകെ 50 വെക്കാൻ കഴിയും. നമുക്ക് ഇവിടെ കുറേ അങ്ങോട്ട് ഇതൊന്ന് നോക്കിയിട്ട് ബാക്കി അങ്ങോട്ട് അങ്ങ് ലാസ്റ്റ് പ്ലാൻ ചെയ്യാൻ വിചാരിച്ചു. ഇത് മൊത്തം എത്ര ഏക്കർ സ്ഥലമാണ് ഇത്? 5 ഏക്കർ 20 സെന്റ്. 5 ഏക്കർ 20 സെന്റിൽ മൊത്തം കൃഷിയാണ്. അതെ, മൊത്തം കൃഷി എല്ലാ ഐറ്റവും ഉണ്ട്. ചേന, ചേമ്പ്, വാഴ, കപ്പ, ഇന്നുകൊണ്ട് സർവ്വ കിടക്കുകൾ കാന്താരിമുളക് വരും. ഓ ശരി. ഏത്തവാഴ കൃഷി ന്യായമായിട്ടും അതുമുണ്ട്. ഏത്ത നമുക്കൊരു 1000 ഇട്ടിട്ടുണ്ട്. 100 റോബസ്റ്റ, 100 പൂവൻ, 100 ഞാലിപ്പൂവൻ അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ കാണാം ജല്ലിക്കൂടെ മീനുണ്ടോ വീട്ടിൽ നിൽപ്പുണ്ട്. ആവശ്യം വന്നാൽ പാവയ്ക്ക കിടക്കുന്നുണ്ട്. ഇതിന്റെ വെളി പാവലിട്ട് കവറായിരുന്നു. ഇതിന്റെ അടിയിലിറങ്ങി പറിക്കാം. പാവയ്ക്കായി കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പാവലായി പാവയ്ക്കായി. കിട്ടിയോ?